Hi students, today we are going to study about DDA line drawing algorithm. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലൈൻ ഡ്രോ ചെയ്തിട്ടുണ്ട് യൂസിങ് ദ ഇക്വേഷൻ, ഡയറക്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട്. ലൈൻ ഡ്രോയിങ്ങിൻ്റെ ഇക്വേഷനാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷനാണ് y = mx + b. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഓൾറെഡി ഡയറക്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഒരു ലൈൻ ഡ്രോ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് DDA ലൈൻ ഡ്രോയിങ് അൽഗോരിതം ആണ്. DDA എന്ന് പറയുന്നത് ഡിജിറ്റൽ ഡിഫറൻഷ്യൽ അനലൈസർ ആണ്. DDA സ്റ്റാൻഡ്സ് ഫോർ ഡിജിറ്റൽ ഡിഫറൻഷ്യൽ അനലൈസർ. DDA algorithm is the simplest line drawing algorithm ആണ്. സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ലൈൻ ഡ്രോയിങ് അൽഗോരിതം ആണ്. അപ്പോൾ ഈ ഒരു DDA അൽഗോരിതത്തിന് സ്റ്റാർട്ടിംഗ് പോയിന്റ് നമുക്ക് കിട്ടണം, സ്റ്റാർട്ടിംഗ് കോർഡിനേറ്റ് പോയിന്റും കിട്ടണം, എൻഡിങ് കോർഡിനേറ്റ് പോയിന്റും കിട്ടണം. ഒരു ലൈനിൻ്റെ സ്റ്റാർട്ടിംഗ് കോർഡിനേറ്റ് പോയിന്റും നമുക്ക് ലഭിക്കണം, എൻഡിങ് കോർഡിനേറ്റ് പോയിന്റും നമുക്ക് ലഭിക്കണം. ആ രണ്ടും നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ബിറ്റ്വീനിലുള്ള കോർഡിനേറ്റ് പോയിന്റ്സ് നമുക്ക് DDA അൽഗോരിതം ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. DDA സ്റ്റാൻഡ്സ് ഫോർ ഡിജിറ്റൽ ഡിഫറൻഷ്യൽ അനലൈസർ. അത് ഓർമ്മിച്ച് വെക്കുക, ഡിജിറ്റൽ ഡിഫറൻഷ്യൽ അനലൈസർ. ഇറ്റ് ഈസ് എൻ ഇൻക്രിമെൻ്റൽ മെത്തേഡ് ഓഫ് സ്കാൻ കൺവേർഷൻ ഓഫ് ലൈൻ. ഒരു ഇൻക്രിമെൻ്റൽ മെത്തേഡാണ്. എക്സ് ഇപ്പോൾ ഒരു ഇനീഷ്യൽ പോയിന്റ് ഉണ്ടാവുമല്ലോ, കറണ്ട് പോയിന്റിൻ്റെ കൂടെ നമ്മുടെ പ്രീവിയസ് റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എക്സ് കോർഡിനേറ്റിൻ്റെ കൂടെ ഒരു പ്രത്യേക വാല്യൂ ആഡ് ചെയ്യുക, വൈ കോർഡിനേറ്റിൻ്റെ കൂടെ ഒരു പ്രത്യേക വാല്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് ലഭിക്കും. അങ്ങനെ ഒരു ഇൻക്രിമെൻ്റൽ മെത്തേഡാണിത്. In this method, calculation is performed at each step, but by using results of previous steps. Previous steps in the results ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് പോയിന്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഈ അൽഗോരിതം, DDA ലൈൻ ഡ്രോയിങ് അൽഗോരിതം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു ലൈൻ ഡ്രോ ചെയ്യുക എന്നുള്ളതിൻ്റെ പ്രൊസീജിയർ നോക്കാം. ഓക്കെ, അപ്പോൾ സപ്പോസ് ദ സ്റ്റാർട്ടിംഗ് കോർഡിനേറ്റ്സ് x0 y0 ആണെന്ന് കരുതുക. എൻഡിങ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് xn yn ആണെന്ന് കരുതുന്നു. ഓക്കെ, രണ്ട് പോയിന്റ് നമുക്ക് തന്നിരിക്കും ഗിവൺ, എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ലൈൻ ഡ്രോ ചെയ്യാൻ പറ്റൂ. ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് നമുക്ക് കിട്ടണം, എൻഡിങ് പോയിന്റ്. ദ പോയിന്റ്സ് ജനറേഷൻ യൂസിങ് DDA അൽഗോരിതം ഇൻവോൾവ്സ് ദ ഫോളോയിങ് സ്റ്റെപ്സ്. ഇനി പറയാൻ പോകുന്ന സ്റ്റെപ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ലൈൻ ഡ്രോ ചെയ്യാം. അപ്പോൾ നമുക്ക് ഓർമ്മിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മൈൻഡിൽ സൂക്ഷിക്കേണ്ടത് സ്റ്റാർട്ടിംഗ് കോർഡിനേറ്റും എൻഡിങ് കോർഡിനേറ്റും നമുക്ക് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ദ സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഡെൽറ്റ എക്സ് കാൽക്കുലേറ്റ് ചെയ്യുക, ഡെൽറ്റ വൈ കാൽക്കുലേറ്റ് ചെയ്യുക, എം കാൽക്കുലേറ്റ് ചെയ്യുക ഫ്രം ദ ഗിവൺ ഇൻപുട്ട്. എന്താണ് ഇൻപുട്ട് തന്നിട്ടുള്ളത്? രണ്ട് പോയിന്റ്സ് ആണ്, x0 y0 എന്ന് പറയുന്ന പോയിന്റും xn yn എന്ന് പറയുന്ന എൻഡിങ് പോയിന്റ്. അങ്ങനെ രണ്ട് കോഓർഡിനേറ്റ് പോയിന്റ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ആ പോയിന്റ്സിന് നമ്മൾ ഡെൽറ്റ എക്സും ഡെൽറ്റ വൈയും എമ്മും കണ്ടുപിടിക്കണം. ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ് ആണ്. സോ ഡെൽറ്റ എക്സ് ഈക്വൽ ടു xn - x0. ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു yn - y0. അതൊക്കെ ഓർമ്മിച്ച് വെക്കുക. ഇനി എം എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ് ആണ് എം. അപ്പോൾ സ്റ്റെപ്പ് 1 നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക. ഡെൽറ്റ എക്സ് കണ്ടുപിടിക്കുക, ഡെൽറ്റ വൈ കണ്ടുപിടിക്കുക, പിന്നെ എന്താ കണ്ടുപിടിക്കേണ്ടത്, എമ്മും കണ്ടുപിടിക്കുക. ഇനി സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2 എന്താ ചെയ്യേണ്ടത്, ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഓർ പോയിന്റ്സ് ഇൻ ബിറ്റ്വീൻ ദ സ്റ്റാർട്ടിംഗ് ആൻഡ് എൻഡിങ് കോർഡിനേറ്റ്സ്. നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് x0 y0 എന്ന് പറയുന്നത്, എൻഡിങ് പോയിന്റ്സ് ആണ് xn yn എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ വരുന്ന, ബിറ്റ്വീനിൽ വരുന്ന പോയിന്റ്സിനെ നമുക്ക് കണ്ടുപിടിക്കണം. എത്ര പോയിന്റ്സ് നമുക്ക് ആവശ്യമായിട്ട് വരും, അല്ലെങ്കിൽ എത്ര സ്റ്റെപ്സ് നമ്മൾ ചെയ്യേണ്ടി വരും നമ്മൾ എൻഡിങ് പോയിന്റിൽ എത്താൻ വേണ്ടിയിട്ട്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഡെൽറ്റ എക്സ് മീൻസ് xn - x0 greater than absolute value of delta y. Delta y means yn - y0. അപ്പോൾ അതിനൊരു വാല്യൂ കിട്ടുമല്ലോ. അപ്പോൾ ഡെൽറ്റ എക്സ് കൂടുതൽ ആണെങ്കിൽ നമ്മൾ അത്രയും സ്റ്റെപ്സ് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ചെയ്യേണ്ടി വരും എൻഡ് പോയിന്റ് എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ,
എൽസ് കേസിൽ ദാറ്റ് മീൻസ് ഡെൽറ്റ എക്സ് ലെസ് ദാൻ ആവുന്ന കേസസിൽ നമുക്ക് എന്തായിരിക്കും സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഡെൽറ്റ വൈ ടൈംസ് നമുക്ക് പ്രൊസീജിയർ ചെയ്യേണ്ടി വരും. ഓക്കെ, അതാണ് സ്റ്റെപ്പ് 2ലുള്ളത്. നെക്സ്റ്റ് നമുക്ക് സ്റ്റെപ്പ് 3 എന്താണെന്ന് നോക്കാം. സ്റ്റെപ്പ് 3ല് സപ്പോസ് നമ്മുടെ ഇപ്പോഴത്തെ പോയിന്റ്, ഇപ്പോഴുള്ളൊരു പോയിന്റ് ദാറ്റ് ഇസ് നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റ് x0 y0 ഉണ്ട്. പിന്നെ നമുക്ക് ഒരു ഇപ്പോഴുള്ളൊരു പോയിന്റ് ഞാൻ സപ്പോസ് ഞാൻ XP YP എന്ന് എടുക്കുകയാണ്. ഇപ്പോഴുള്ള കറണ്ട് പോയിന്റ്, ഇപ്പോൾ ഒരു കറണ്ട് പോയിന്റ് എന്താണ് XPയും YPയും ആണ്. ഓക്കെ, XP എന്ന് പറയുന്നത് X കോർഡിനേറ്റ് ആണ്. പിന്നെ ഉള്ള എന്താണ് YP എന്ന് പറയുന്നത് എന്താണ് Y കോർഡിനേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ കറണ്ട് പോയിന്റ് നമുക്ക് വാല്യൂസ് ഓൾറെഡി കിട്ടിയെന്ന് വിചാരിക്കുക. ഓൾറെഡി നമ്മളെ കയ്യിലുണ്ട് XP എന്ന് പറയുന്ന എന്താണ് ഒരു വാല്യൂ, YPന്റെ വാല്യൂ നമുക്കുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റ് കണ്ടുപിടിക്കണം. ആ നെക്സ്റ്റ് പോയിന്റ് അടുത്തടുത്തായിട്ടാണ് പോയിന്റ്സ് വരിക. ഓക്കെ, ഏകദേശം അടുത്തടുത്തായിട്ടാണ് പോയിട്ട്. അപ്പൊ ഈ ഒരു നെക്സ്റ്റ് പോയിന്റ് കണ്ടുപിടിക്കണം. സപ്പോസ് ഈ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു ഇൻക്രിമെന്റൽ മെത്തേഡ് ആണ് DDA ലൈൻ ഡ്രോയിങ് അൽഗോരിതം എന്ന് പറഞ്ഞു. സോ എക്സിന്റെ കൂടെ ഒന്ന് അധികം ഇൻക്രിമെന്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം. സപ്പോസ് XP + 1 അത് X കോർഡിനേറ്റ്. ഓക്കെ, പിന്നെ അതിന്റെ Y കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്തായിട്ട് എടുത്തു നമ്മൾ YP + 1 അത് നമ്മൾ നെക്സ്റ്റ് പോയിന്റ് അതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാവോ, ഈ നെക്സ്റ്റ് പോയിന്റിന്റെ പെർട്ടിക്കുലർ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ 3 കേസസ് ഉണ്ട് ഇവിടെ. അതിനനുസരിച്ചായിരിക്കണം നമ്മൾ വാല്യൂ കണ്ടുപിടിക്കണം നെക്സ്റ്റ് കേസിൽ. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കും, എന്തൊക്കെ കണ്ടുപിടിക്കും? ഇതിൻ്റെ അകത്ത് M കണ്ടുപിടിക്കും അല്ലേ. M എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്, ചേഞ്ച് ഇൻ Y കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ X കോർഡിനേറ്റ്. കാരണം നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് X0 Y0 ആണ്. അപ്പൊ നമ്മൾ ആ പോയിന്റിന്റെ അകത്ത് നിന്ന് അല്ലെങ്കിൽ കറണ്ട് പോയിന്റിന്റെ അകത്ത് നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? M കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ എമ്മിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ, ഓക്കെ, ലെസ് ദാൻ 1 ആണെങ്കിൽ നമ്മുടെ ഈ XP + 1 ഓൾറെഡി പറഞ്ഞു നമ്മൾ പ്രീവിയസ് ആയിട്ട് കിട്ടിയിട്ടുള്ള പോയിന്റ്സിന്റെ അകത്താണ് നമ്മൾ നെക്സ്റ്റ് പോയിന്റ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പ്രീവിയസ് ആയിട്ട് കിട്ടിയിട്ടുള്ള പോയിന്റ് XP YP ആണെങ്കിൽ നെക്സ്റ്റ് പോയിന്റ് നമ്മൾ നെക്സ്റ്റ് കോർഡിനേറ്റ് വാല്യൂ ജനറേറ്റ് ചെയ്യുന്നത് നമ്മുടെ M ലെസ് ദാൻ 1 ആണെങ്കിൽ നമ്മൾ റൗണ്ട് ഓഫ് 1 + XP, ഈ XPന്റെ കൂടെ ഒന്ന് എന്ത് ചെയ്യുക, ഇൻക്രിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും. XP + 1 XP + 1 is equal to round off 1 + XP. ഈ XPയോടൊപ്പം 1 ആഡ് ചെയ്യുക. YP + 1 Y കോർഡിനേറ്റ്സ് നമുക്ക് എങ്ങനെ കിട്ടും? എന്ത് ചെയ്യാം, നമ്മൾ ഈ YPയോടൊപ്പം ദാറ്റ് ഇസ് ദ പ്രീവിയസ് Y കോർഡിനേറ്റ് വാല്യൂവിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുക, M ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് YP + 1 കിട്ടും. ഇൻ ദ കേസ് ഓഫ് M ലെസ് ദാൻ 1 ആൻഡ് ഇൻ ദ കേസ് ഓഫ് M = 1, M = 1 ആണ് വരുന്നെങ്കിൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന വാല്യൂ 1 ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മളെ XPയോടൊപ്പം ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് XP + 1 കിട്ടും. YPയോടൊപ്പം ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് YP + 1 കിട്ടും. ദാറ്റ് ഈസ് XP + 1 is equal to round off. റൗണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ഒഴിവാക്കുക. റൗണ്ട് ഓഫ് 1 + XP, YP + 1 is equal to round of 1 + YP. And in the case of M greater than 1 ആവുന്ന കേസസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ M greater than 1 ആവുന്ന കേസസിൽ നമ്മൾ എന്ത് ചെയ്യുക? XP + 1 എന്ന് പറയുന്നത് നമ്മുടെ XPയോടൊപ്പം 1/m ആണ് ആഡ് ചെയ്യേണ്ടത്. XPയോടൊപ്പം നമ്മൾ എന്താ ആഡ് ചെയ്യേണ്ടത്? 1/m. YP + 1നോടൊപ്പം നമ്മൾ എന്ത് ആഡ് ചെയ്യേണ്ടത്? ഒരു YP + 1 കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പ്രീവിയസ് വാല്യൂ ആയിട്ടുള്ള YPയോടൊപ്പം 1 ആഡ് ചെയ്യാം. അപ്പൊ ഈ 3 കേസസും ഓർമ്മിച്ച് നോക്കുക. M ലെസ് ദാൻ 1, M = 1, M greater than 1. ആ 3 കേസസിലും നെക്സ്റ്റ് പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതും ഓർമ്മിച്ച് വെച്ചിരിക്കണം. ഗ്രേറ്റർ ദാൻ 1 ആകുന്ന കേസസിൽ M greater than 1, ഇപ്പൊ M ലെസ് ദാൻ 1 ആകുന്ന കേസസിൽ അതിന്റെ മീനിങ് എന്താണ്? M എന്ന് പറയുന്നത് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ്. അപ്പൊ ഡെൽറ്റ എക്സ്
എന്താണ് ഡെൽറ്റ എക്സ് കൂടുതലാവുക, ഡെൽറ്റ എക്സ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈ 3 കേസസും ഓർമ്മിച്ച് വെക്കുക. എം ലെസ് ദാൻ 1. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യമാണ് നമ്മുടെ എം എന്ന് പറയുന്നത് എന്താണ്, ചേഞ്ച് ഇൻ y കോർഡിനേറ്റ്, ദാറ്റ് ഈസ് ഡെൽറ്റ y, ഡെൽറ്റ y ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്, ഇതാണ് എം. ഓക്കെ, അപ്പോൾ നമ്മുടെ എം ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക, ഈ എമ്മിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് ഡെൽറ്റ എക്സ് എന്താണ്, കൂടുതലാണ്. ഡെൽറ്റ എക്സ് അവിടെ കൂടുതലാണ്. അപ്പോൾ ഡെൽറ്റ എക്സ് എന്ത് ചെയ്യുന്നുണ്ട്, യൂണിറ്റ് സാമ്പിൾ ചെയ്യുന്നുണ്ട്, യൂണിറ്റ് ഇൻ്റർവെല്ലിൽ 1 ഇങ്ങനെ ഇൻക്രിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ മീനിങ്. അതുകൊണ്ടാണ് നമ്മൾ നെക്സ്റ്റ് പോയിന്റ് ആയിട്ടുള്ള എക്സ് പി പ്ലസ് 1 നമ്മൾ എന്തെടുത്തത്, പ്രീവിയസ് ആയിട്ടുള്ള എക്സ് കോർഡിനേറ്റ് ആണ് എക്സ് പി, അതിനോടൊപ്പം നമ്മൾ 1 ആഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ ഡെൽറ്റ വൈ, ഇപ്പം തന്നിട്ടുള്ള പോയിന്റിൽ നമ്മൾ ഡെൽറ്റ വൈ എന്ന് പറയുന്നത് എന്താണ്, വൈ പി പ്ലസ് 1 y p plus 1 minus yp divided by x p plus 1 xp plus 1 minus xp ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളിപ്പം ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഗ്രേറ്റർ ദാൻ ആണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ആയി കഴിഞ്ഞാലാണ് നമുക്ക് എം ഗ്രേറ്റർ ദാൻ ആയിട്ട് കിട്ടുക. അപ്പോൾ നമുക്ക് എക്സ് പി പ്ലസ് 1 മൈനസ് എക്സ് പി എന്ന് പറയുന്നത് യൂണിറ്റ് 1 ഇൻക്രിമെൻ്റ് ചെയ്യുന്നത്. ഇതെന്തായിട്ട് മാറുന്നു, ഇത് 1 ആയിട്ട് മാറുന്നു. സോ എം ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുക വൈ പി പ്ലസ് 1 മൈനസ് വൈ പി എന്നാണ് കിട്ടുക. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ വൈ പി പ്ലസ് 1 എന്ന് പറയുന്നത് എം പ്ലസ് വൈ പി ആയിരിക്കും. കാരണം എക്സ് ആണ് ഇവിടെ ഇൻക്രിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എക്സിനെയാണ് നമ്മൾ സാമ്പിൾ ചെയ്യുക. സാമ്പിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ യൂണിറ്റ് ഇൻ്റർവെല്ലിലാണ് സാമ്പിൾ ചെയ്യുന്നത്. യൂണിറ്റ് ഇൻ്റർവെല്ലിൽ സാമ്പിൾ ചെയ്യുക എന്ന് പറയുന്നത് ഓരോ 1 ഇൻക്രിമെൻറ്റ്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, എക്സ് പിന്നോടൊപ്പം 1 ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ഈ എക്സ് പി പ്ലസ് 1 എന്ന് പറയുന്നത് ഇവിടെ സഫിക്സ് ആയിട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എക്സ് ഇങ്ങനെ പി പ്ലസ് 1 മറ്റേ നമ്മളിതിൻ്റെ താഴെയായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് നെക്സ്റ്റ് പോയിന്റ് ആണ്. ഈ 1 പ്ലസ് എക്സ് പി എന്ന് പറയുന്നത് എന്താണ്, എക്സ് പി എന്ന് പറയുന്നത് നമ്മൾ പ്രീവിയസ് പോയിന്റിൻ്റെയോടൊപ്പം 1 ആഡ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ ഇൻ ദ കേസ് ഓഫ് ഗ്രേറ്റർ ദാൻ 1 ആകുന്ന കേസസിൽ വൈ ആയിരിക്കും എന്തെന്ന് കൂടുതൽ, വൈ കൂടുതൽ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈനെയാണ് നമ്മൾ യൂണിറ്റ് ഇൻ്റർവെല്ലിൽ സാമ്പിൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് 1 ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ വൈ പി പ്ലസ് 1 ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 1 കഴിഞ്ഞാൽ 1 ബൈ എക്സ് പി പ്ലസ് മൈനസ് എക്സ് പി എന്നാണ് ആവുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എം ആയിരിക്കും. അപ്പോൾ നമുക്ക് എക്സ് പി പ്ലസ് 1 മൈനസ് എക്സ് പി എന്ന് പറയുന്നത് 1 ബൈ എം ആയിരിക്കും. പിന്നെ എക്സ് പി പ്ലസ് 1 എന്ന് പറയുന്നത് 1 ബൈ എം പ്ലസ് എന്തായിരിക്കും, എക്സ് പി ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു കേഷനിൽ ഇങ്ങനെ വന്നത്. അത് ഓർമ്മിച്ച് വെക്കുക എപ്പോഴും മൈൻഡിൽ. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞിട്ടുള്ള നമ്മളെ സ്റ്റെപ്പ് 4 എന്താ പറയുന്നത് വെച്ചാൽ സ്റ്റെപ്പ് 3 ആ 3 കേസസ് ഉണ്ടല്ലോ, എം ലെസ് ദാൻ 1, എം ഈക്വൽ ടു 1, എം ഗ്രേറ്റർ ദാൻ 1, അങ്ങനെ ആയിരിക്കുന്ന അതെന്ത് ചെയ്യുക, നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എൻഡ് പോയിന്റ് എത്തുന്നവരെ. എൻഡ് പോയിന്റ് നമുക്ക് തന്നിരിക്കും. ആ എൻഡ് പോയിന്റ് എത്തുന്നവരെ നമ്മളത് ആ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നമുക്കിവിടെ കുറച്ച് പ്രാക്ടീസസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. 5, 6 എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. എൻഡിങ് പോയിന്റ് ആയിട്ട് 8, 12 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ x0, y0, 5, 6 ആണ്. xn, yn
8,12 ആണ്. From that we can find out delta x. Delta x is equal to x1 minus x0 is equal to 8 minus 5 is equal to 3. Delta y is equal to yn minus y0, that is equal to 12 minus 6 equal to 6. From this we can find out m. M is equal to delta y divided by delta x, that is 6 divided by 3, that is equal to 2. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m is greater than ആണല്ലോ, greater than 1 ആണ് അല്ലേ. അപ്പോൾ greater than 1 ആയിരിക്കുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എത്ര സ്റ്റെപ്സ് ഫോളോ ചെയ്യേണ്ടി വരും എന്നാണ് ഇവിടെ നോക്കുന്നത്. ഡെൽറ്റ എക്സ് ലെസ് ദാൻ ഡെൽറ്റ വൈ ആണ്, ദാറ്റ് ഇസ് 3 ലെസ് ദാൻ ആണ്. സോ നമ്പർ ഓഫ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഡെൽറ്റ വൈ ആയിരിക്കും, ദാറ്റ് ഇസ് 6 സ്റ്റെപ്സ് ആയിരിക്കും. നമ്മൾ സ്റ്റെപ്പ് 2 നമ്മൾ ചെയ്തിട്ടുള്ള കാര്യം. ഇനി നെക്സ്റ്റ് എം ഗ്രേറ്റർ ദാൻ 1, എം ഗ്രേറ്റർ ദാൻ 1 ആയി വന്നു അല്ലേ. അപ്പോൾ സോ എം ഗ്രേറ്റർ ദാൻ 1 ആയി വരുന്ന കേസിൽ നമ്മൾ കേസ് 3 ആണ് എന്ത് ചെയ്യുന്നത്, സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ, കേസ് 3. അപ്പം നമ്മൾ കേസ് 3 ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാണ്. എക്സ് പി സ്റ്റാർട്ടിങ് എന്താണ് 5 6. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താ കിട്ടുക നമുക്ക്, എക്സ് പി പ്ലസ് 1. കേസ് 3ൻ്റെ അകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, എക്സ് പി പ്ലസ് 1 എന്ന് പറയുന്നത് എന്താണ്, എക്സ് പി പ്ലസ് 1 എന്ന് പറയുന്നത് എന്താണ്, 1 by m പ്ലസ് എന്താ വരുന്നത്, എക്സ് പി ആണ് വരുന്നത് അല്ലേ. ഓക്കെ, അതായിരുന്നല്ലോ നമുക്ക് കിട്ടിയിരുന്നത് എക്സ് പി പ്ലസ് 1 എന്ന് പറയുന്നത്. എക്സ് പി പ്ലസ് 1 ഈസ് ഈക്വൽ ടു, കാരണം ഇവിടെ എന്താണ് എം ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇനി വൈ പി പ്ലസ് 1 എന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റ് എന്ത് ചെയ്യുക, 1 ആഡ് ചെയ്യുന്നു. നമ്മൾ പ്രീവിയസ് പോയിന്റ് ആയിട്ടുള്ള വൈ പി ഓടൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് 1 ആഡ് ചെയ്യുന്നു. അപ്പോൾ വൈ പി ഇവിടെ 6 ആണ്, ആ 6നോടൊപ്പം 1 ആഡ് ചെയ്തപ്പോൾ നമുക്ക് 7 കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള എമ്മിൻ്റെ വാല്യൂ എന്താ നമുക്ക് കിട്ടിയിട്ടുള്ളത്, 2 ആണ്. അത് ഓർമ്മിച്ച് വെക്കുക, നമുക്ക് കിട്ടിയിട്ടുള്ള എമ്മിൻ്റെ വാല്യൂ എന്താണ്, 2 ആണ്. സോ നമ്മൾ എന്താ ചെയ്യുക, 1/2 പ്ലസ് എക്സ് പി എന്ന് പറയുന്നത് എന്താണ്, 5 ആണ് അല്ലേ. അപ്പോൾ 1/2 പ്ലസ് 5 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 1/2 എന്ന് പറയുന്നത് 0.5 ആണ്. 0.5 പ്ലസ് 5 ഈക്വൽ ടു 5.5 ആണ് കിട്ടിയത്. അപ്പോൾ 5.5നെ നമ്മൾ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ 6,7 നെക്സ്റ്റ് പോയിന്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, 6,7 ആണ്. അപ്പോൾ ആ 6നോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും നമുക്കിപ്പോൾ കറണ്ട് പോയിന്റ് എന്താണ്, 6 മീൻസ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് 6,7 ആണ്. ആദ്യം കിട്ടിയിട്ടുള്ള പോയിന്റ് എന്താണ്, 5,6 ആണ്. ആദ്യം കിട്ടിയിട്ടുള്ള പോയിന്റ് എന്താണ്, ആദ്യം നമുക്ക് തന്നിട്ടുള്ള പോയിന്റ് എന്താണ്, 5,6 ആണ്. അപ്പോൾ ആ ഒരു 5,6ന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, പുതിയ ഒരു പോയിന്റ് കണ്ടുപിടിച്ചു. അത് റൗണ്ട് ഓഫ് ചെയ്തിട്ട് നമ്മൾ എന്ത് എഴുതി, റൗണ്ട് ഓഫ് ചെയ്തിട്ട് എഴുതിയതാണ് 6,7 എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടൈമിൽ നമ്മൾക്ക് പോയിന്റ് കണ്ടുപിടിക്കണം. എക്സ് പി പ്ലസ് 1ഉം വൈ പി പ്ലസ് 1ഉം നമുക്ക് കിട്ടണം. നമുക്ക് തന്നിട്ടുള്ള പോയിന്റ് 5.5ഉം 7ഉം ആണ്. സോ നമ്മൾ വൈ നമുക്ക് ഇനിയിപ്പം എന്താണ്, വൈ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ വൈ ജസ്റ്റ് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് പോവുകയുള്ളൂ. അതുകൊണ്ടാണ് വൈ എന്ത് ചെയ്ത് കഴിഞ്ഞത്, എം ഗ്രേറ്റർ ദാൻ 1ന്റെ കേസിൽ, സ്ലോപ്പ് ഗ്രേറ്റർ ദാൻ 1 ആകുന്ന കേസിൽ വൈ ജസ്റ്റ് ഇൻക്രിമെന്റ് ചെയ്ത് പോയുള്ളൂ. അപ്പം നമുക്ക് വൈനെ ഇൻക്രിമെന്റ് ചെയ്തിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളതാണ്. ഓരോ പ്രാവശ്യം എന്ത് ചെയ്യുന്നത്, വൈ ഇൻക്രിമെന്റ് ചെയ്ത് നമുക്ക് തന്നിട്ടുള്ള ഗിവൺ പോയിന്റ്സിന്റെ എൻഡിങ് പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് 12 വരെ ഇൻക്രിമെന്റ് ചെയ്തു. 1 ഇൻക്രിമെന്റ് ചെയ്ത് വന്നു, നോ പ്രോബ്ലം. ഇനി ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് 5.5 ആണ്. അപ്പോൾ ഇവിടെ എന്തായിട്ട് വരും, 5.5 വരും. ആ 5.5ന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, 1/m ഒന്നുകൂടെ ആഡ് ചെയ്യാം. 1/m എന്ന് പറയുന്നത് എന്താണ്, 1/2 ആണ്, ദാറ്റ് ഈസ് 0.5 ആണ്. അപ്പൊ 0. നമ്മൾ 5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എന്താണ്, 6 ആണ് കിട്ടുക. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 6 എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റ് നമുക്ക് ഇവിടെ എഴുതാം 6,8. ഇനി നെക്സ്റ്റ് 6ന്റെ കൂടെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ ഇവിടെ എന്തായിരിക്കും, എക്സ് പി എന്ന് പറയുന്നത് എന്തായിരിക്കും ഇവിടെ വരിക, 5.5 മാറി പിന്നെ അവിടെ എന്തായിട്ട് മാറും, 6 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ അവിടെ 6ന്റെ കൂടെ നമ്മൾ 0.5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6.5 ആവും.
6.5 നമുക്ക് റൗണ്ട് ചെയ്തിട്ട് 7 ആക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് 7.9 കിട്ടും. ഇനി അടുത്ത എക്സ് പി പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് 6.5നോടൊപ്പമാണ് നമ്മൾ പോയിന്റ്. അങ്ങനെ നമുക്ക് കാരണം എം എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ ഓരോ 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആഡ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള എൻഡിങ് പോയിന്റ് ആണ് 8,12. നമ്മൾ 8,12 വരെ എത്തി. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ യൂസിങ് ദീസ് പോയിന്റ്സ് we can draw a line. that is സ്ക്രീൻസ് എക്സ് കോർഡിനേറ്റ് ആണ്. അപ്പോൾ ഒരു ലൈൻ ഡ്രോ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഇങ്ങനത്തെ രീതിയിലുള്ള ലൈനാണ്. പക്ഷെ ഈ പോയിന്റ്സ് ഒക്കെ അടുത്തടുത്തായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ സ്ക്രീനിൽ വലിയൊരു ജാഗ്ഡ് ആയിട്ടുള്ള ലൈനായിട്ടൊന്നും കാണൂല. കാരണം തൊട്ടടുത്തടുത്തായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മൾ വ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു ജസ്റ്റ് ലൈൻ മാതിരി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇത് കുറച്ച് വളരെ വലുതാക്കിയിട്ട് വരച്ചിട്ട് കാണിച്ചതാണ്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം 2 നമുക്ക് തന്നിട്ടുള്ള പോയിന്റ് 5,6 ആണ്. എൻഡിങ് പോയിന്റ് 13,10 ആണ്. ഓക്കെ, എന്നിട്ട് അതിലെന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, എം കണ്ടുപിടിച്ചു. എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.50 ആണ്. സോ 0.50 എന്ന് പറയുന്നത് <1 ആണ്. അപ്പോൾ <1 ആയിക്കഴിഞ്ഞാൽ എക്സ് നമുക്ക് ജസ്റ്റ് ഇൻക്രിമെൻ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, കേസ് 1 ആണല്ലോ അത് വരുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എക്സ് പി പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എക്സ് പിൻ്റെ കൂടെ എന്താണ് ഓരോന്ന് 1 ആയിട്ട് ഇൻക്രിമെൻ്റ് ചെയ്തിട്ട് നമുക്ക് തന്നിട്ടുള്ള ഗിവൺ എൻഡിങ് പോയിന്റ് എക്സ് കോർഡിനേറ്റ് വരെ എത്തും. ഇനി വൈ പി പ്ലസ് 1 എന്ന് പറയുന്നത് എന്തായിരിക്കും, വൈ പി പ്ലസ് 1 എന്ന് പറയുന്നത് നമുക്ക് പിന്നെ അതിൻ്റെ കൂടെ എം ആണ് ആഡ് ചെയ്യേണ്ടത്. എം എന്താ കിട്ടിയിട്ടുള്ളത്, എം നമുക്ക് കിട്ടിയിട്ടുള്ളത് 0.5 ആണല്ലോ. അപ്പോൾ 0.5 ജസ്റ്റ് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ വൈൻ്റെ കൂടെ 0.5 ആഡ് ചെയ്ത്, അപ്പോൾ ഇതിനെ നമുക്ക് റൗണ്ട് ചെയ്തിട്ട് ഒരു പോയിന്റ് ആയിട്ട് എഴുതാം. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് കിട്ടണമെങ്കിൽ ഇതിനോടൊപ്പം 0.5 ആഡ് ചെയ്തു, പിന്നെ ഇതിനോടൊപ്പം 0.5 ആഡ് ചെയ്തു. ഇപ്പോൾ ഫ്ലോട്ടിംഗ് പോയിന്റ് വന്നത് കൊണ്ട് നമുക്കത് റൗണ്ട് ചെയ്തിട്ട് പോയിന്റ് ആയിട്ട് ഇവിടെ എഴുതാം. അങ്ങനെ ഇവിടെ 0.5 ആഡ് ചെയ്തു, ഇവിടെ അഗെയിൻ നമുക്ക് റൗണ്ട് ചെയ്യാം. പിന്നെ നമുക്ക് 0.5 ആഡ് ചെയ്തിട്ട് 9 കിട്ടി, 9ൻ്റെ കൂടെ 0.5 ആഡ്, അങ്ങനെ 0.5 ആഡ് ചെയ്തിട്ടാണ് നെക്സ്റ്റ്. ഈ ഒരു പോയിന്റ്സ് ഉപയോഗിച്ച് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ പോയിന്റ്സ് ഉപയോഗിച്ച്, കാരണം സ്റ്റാർട്ടിംഗ് പോയിന്റ് 5,6 എന്നാണ് നമ്മൾ തുടങ്ങിയത്. 5,6 എന്ന് തുടങ്ങിയിട്ട് നമുക്ക് എൻഡിങ് പോയിന്റ് 13,10 വരെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത്രയും പോയിന്റ്സ് ഉപയോഗിച്ച് നമുക്കിവിടെ ലൈൻ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പിക്ചറിൽ കിട്ടുന്നത്. നെക്സ്റ്റ് വേറൊരു ഇതുണ്ട്, വേറൊരു എക്സാമ്പിള് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് 1,7 എൻഡിങ് പോയിന്റ് 11,17 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തന്നിട്ടുള്ളത് നമുക്ക് എന്ത് കിട്ടുമെന്ന് അറിയുമോ, എമ്മിൻ്റെ വാല്യൂ എന്താ കിട്ടിയിട്ടുള്ളത്, 1 ആണ് കിട്ടിയിട്ടുള്ളത്. സോ എക്സും ഇൻക്രിമെൻ്റ് ആവും, വൈയും എന്ത് ചെയ്യും, 1 ഇൻക്രിമെൻ്റ് ആവും അല്ലേ. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്, നമുക്ക് എം ഒന്നും വരുന്നില്ല അവിടെ, ജസ്റ്റ് ഇൻക്രിമെൻ്റ് ചെയ്ത് പോകുന്നു അല്ലേ. എക്സ് ഇങ്ങനെ ഒന്ന് കൂടി പോകുന്നു, വൈയും കൂടി പോയിട്ടാണ്, കാരണം സ്ലോപ്പ് എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ അതിൻ്റെ ലൈന് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് ഇങ്ങനെ. ഓക്കെ, താങ്ക് യു.